ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ ജ്യോതി. അപ്പം ഇന്ന് ഞാനും എൻ്റെ ബഡീസും കൂടെ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് ഫോർട്ട് കൊച്ചിയിലേക്ക്. അവിടെ ചെന്ന് അറിയാലോ, ഉപ്പിലിട്ടതും അതും ഇതൊക്കെ കണ്ട എൻ്റെ കൺട്രോൾ പോവും. അങ്ങനെ അത് വാങ്ങിച്ച് കയ്യിൽ വെച്ചപ്പോഴത്തേക്കാണ് ഈ സ്കാൻ ആൻഡ് പേ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് വർക്കാവുന്നില്ല. പിന്നെ കുറേ നേരം അവിടെ ഇന്ന് പേ ചെയ്യാൻ പറ്റി കേട്ടോ. അവസാനം പേ ചെയ്യാൻ പറ്റി. അവസാനം അവിടെ നിന്ന് പേ ഒക്കെ ചെയ്തു. മാങ്ങ മുളക് ഉപ്പിട്ടത് കേട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് അതാണ്. അപ്പോൾ അതും കഴിച്ചുകൊണ്ട് ബീച്ചിൻ്റെ അറ്റം വരെ പോകണമെന്നും പറഞ്ഞ് നടക്കുക. നോർമലി ഞങ്ങൾ ബീച്ചിൻ്റെ അറ്റം വരെ പോവാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ബീച്ചിൻ്റെ അറ്റം വരെ പോകണമെന്നും പറഞ്ഞ് നടക്കുക. അപ്പോൾ അതിനിടയിൽ ഒരു ചരക്ക് കപ്പൽ വന്നായിരുന്നു കേട്ടോ, വലിയ ചരക്ക് കപ്പൽ. ഞാനത് കാണിച്ചു കൊടുക്കുക. ഈ കാണുന്ന ചരക്ക് കപ്പലില്ലേ, ഇത് കൊച്ചി തുറമുഖത്ത് പോയി അവിടെ നിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി പിന്നെ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ പോകുന്ന കപ്പലാണ്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ബഡീസ്. ആക്ച്വലി ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, കാരണം എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരും അവരുടെ ഫ്രണ്ട്സും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഗ്യാങ്. പിന്നെ ബീച്ചിൻ്റെ അങ്ങോട്ടത്തേക്ക് പോകുമ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഇങ്ങനെ നിന്ന് വല വീശുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വല ഇങ്ങനെ വീശി മീൻ പിടിക്കത്തില്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടൻ വല വീശി, പുള്ളിക്കാരൻ എന്തോ വലിയ മീൻ കിട്ടി, അതും കൊണ്ട് വരുവാണ്. വേറൊരു ചേട്ടൻ ഇവിടെ വലയൊക്കെ റെഡിയാക്കി പോയി വീശുന്നത് അത് കാണാൻ പറ്റി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയ സ്ഥലത്ത് എൻ്റെ പൊന്നോ, ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് നീ പറ. പിന്നെ അവിടുത്തെ മെനു നോക്കിയിട്ട് എന്തൊക്കെയൊക്കെയോ ഭയങ്കര സീരിയസ് ആയിട്ടിരുന്ന് നോക്കുവാണ്. എന്നിട്ട് ഓർഡർ ചെയ്തത് എന്താ, ഫ്രൈഡ് റൈസും ചിക്കൻ നൂഡിൽസുമാണ് ഞങ്ങൾ ആകെ ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെനു കാർഡിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറ്റവും കുറവൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് അതിൽ ഉള്ള സാധനങ്ങളുടെ ഓരോത്തിൻ്റെ കുറ്റമൊക്കെ പറഞ്ഞ്, എന്നിട്ട് അത് വേണ്ട, അതിലിങ്ങനെ ആയിരിക്കും, ഇതിലങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയൊക്കെയോ അവിടെ ഇരുന്ന് പറയണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഇത് ഞങ്ങളല്ലാണ്ട് വേറെ ആരും ആ സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് ഓർഡർ എടുക്കാൻ നിൽക്കുന്ന പുള്ളിക്കാരൻ തന്നെ ഞങ്ങളുടെ ഈ കാട്ടായം കണ്ടിട്ട് പുള്ളിക്കാരൻ തന്നെ ചിരിക്കുമായിരുന്നേ. ഇത് ഞങ്ങൾ ഓർഡറൊക്കെ കൊടുത്തു. പിന്നെ അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ടും ചൂടെടുക്കുന്നുണ്ടായിരുന്നു. അവിടെ ഫാനോ എ സിയോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ കാറ്റ് വരുന്നുണ്ടായിരുന്നില്ല. ബീച്ചിൻ്റെ സൈഡിലുള്ള ഒരു ഹോട്ടലായിരുന്നു കേട്ടോ ഇത്. എന്നിട്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് പറ്റുന്നില്ല, ഭയങ്കര ചൂട്. ഇത് ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം മാറിയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കസേര കളിയായിരുന്നു. സ്ഥലം മാറിയിരുന്ന് അവിടെ ഇരുന്നപ്പോഴത്തേക്കും കാറ്റ് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ പമ്പരം കറങ്ങുന്നുണ്ടായിരുന്നില്ല. അതായിരുന്നു എൻ്റെ വിഷമം. നമ്മൾ ഇങ്ങനെ അതിൽ കുത്തിയിട്ടിങ്ങനെ ബബിളിങ്ങനെ പറത്തി വിടില്ലേ, ആ സാധനം അതെന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. സോ ഞാനത് എപ്പം എവിടെ വെച്ച് കണ്ടാലും ഞാനത് വാങ്ങിക്കും. യെസ്, ഫൈനലി അങ്ങനെ ഞങ്ങളുടെ ഫുഡ് എത്തി. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡ് എത്തിയത്. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ നൂഡിൽസും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈഡ് റൈസും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആകെ 2 ഡിഷേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്കും ഇത് തന്നെ മതിയായിരുന്നു. പിന്നെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടില്ല. ഇവള് കഴിച്ചിട്ട് സൂപ്പറാണ്, അടിപൊളിയാണ് എന്നൊക്കെ ഇരുന്ന് പറയണ്ടായിരുന്നേ. ഞാൻ ചോദിച്ചു, സൂപ്പർ കാരണം എവിടം കൊണ്ടാ സൂപ്പർ എന്ന് ഞാൻ പുള്ളിക്കാരത്തിനോട് ചോദിച്ചത്. കാരണം അത്ര വലിയ അങ്ങനെ എടുത്ത് പറയേണ്ട ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ആവറേജ് ആയിരുന്നു ഫുഡ്. എന്നാലും ഞങ്ങളുടെ പണി വളരെ അന്തസ്സായിട്ട് ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് ഫുഡ് ഞങ്ങൾ അത്യാവശ്യം കഴിച്ച് തീർത്തു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ടാട്ടോ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ. എന്താണ്, കോണും പിന്നെ നെല്ലിക്കയല്ലല്ലോ, അതന്നെ നെല്ലിക്ക ഉപ്പിലിട്ടതും. പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇങ്ങനെ ബബിളിങ്ങനെ പറത്തി വിടുന്ന സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് അവിടെ നിന്ന് മര്യാദക്ക് പറത്തി വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് നേരം അത് പറത്തി വിട്ടു. പിന്നെ വീണ്ടും ഒരു ഈവനിങ് ടൈം, ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു 4 മണി 4 സമയമായിട്ടോ. ഞങ്ങൾ രാവിലെ വന്നതാണ്. അവിടെ ഇരുന്ന് പിന്നെയും പോയിട്ട് മാങ്ങ ഉപ്പുമുളകും ഇട്ടത് പിന്നെയും പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു. പക്ഷേ ഇവിടുന്ന് വാങ്ങിച്ച മാങ്ങ അത്ര സുഖം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ആദ്യം വന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിച്ച മാങ്ങ നല്ല ഫ്രഷായിരുന്നു. പിന്നെ വാങ്ങിച്ചതല്ലേ, വേസ്റ്റാക്കി കളയാൻ പറ്റില്ലല്ലോ എന്ന് വെച്ച് ഞങ്ങൾ കുത്തിയിരുന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾക്ക് റീൽസും വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതെടുത്ത് വരുന്ന വഴി ഞങ്ങൾ ഒരാളെ കണ്ടു കേട്ടോ. നല്ല
രസമായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ. പിന്നെ ഞങ്ങൾ ആ ഫോർട്ട് കൊച്ചിയുടെ വഴിയിലൂടെ ഇങ്ങനെ അവിടെ കാണാൻ നല്ല രസമാണ്. നല്ല ലൈറ്റ് ഈവനിങ് ടൈമായി, ഈവനിങ് സമയം സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സ്ട്രീറ്റ് കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഒരു 2-3 ചെക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവന്മാർ ഞങ്ങൾ ആദ്യം റീലെടുക്കുന്ന സമയത്ത് ഞങ്ങൾ നോക്കി ഹായ് പറഞ്ഞു. അപ്പം ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല. അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു ഞങ്ങൾ ഹായ് കാണിച്ചിട്ട് നിങ്ങൾ പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സോറി ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ ഇപ്പം എന്നാൽ ശരി ബായ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ ഇല്ലിക്ക് വന്നപ്പോഴത്തേക്കും ഇവിടുന്ന് പാനിപ്പൂരി കഴിക്കാതെ എങ്ങനെയാണ് പോകുന്നത്. ഇത് ഇല്ലിക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാട്ടോ. ഇത് ഞങ്ങളുടെ ഒരു സ്ഥിരം സ്പോട്ടാട്ടോ. കുമ്പളങ്ങിയിൽ വേറെ പാനിപ്പൂരി കട ഉണ്ടോ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഇവിടുത്തെ പാനിപ്പൂരി അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഈ ചേട്ടൻ അധികം സ്പൈസി ആക്കാതെ നല്ല, എനിക്ക് സ്വീറ്റായിട്ടുള്ള ടേസ്റ്റാണ് ഇഷ്ടം. അപ്പം അങ്ങനെയൊക്കെ ആക്കിത്തരും. ഞങ്ങൾ സ്ഥിരം വരുന്ന കാരണം പുള്ളിക്കാരനെ അറിയാം. അങ്ങനെ അവിടുത്തെ പാനിപ്പൂരിയൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.